എടാ മണ്ടൂസേ, നീ എന്ത് തോന്നിയാസായി കാണിച്ചത്? ഞാൻ എന്ത് ചെയ്താലും അത് തോന്നിയാസാണല്ലോ. എടാ നീ വല്യപ്പച്ചന് പശപ്പച്ചരിയുടെ ചോറാണോ കൊടുത്തത്? അതെല്ലോ. എടാ പശപ്പച്ചരിയുടെ ചോറുണ്ടാ വല്യപ്പച്ചന് ദഹനക്കേട് വരുമെന്ന് നിനക്കറിയില്ലേ മരങ്ങോടൻ? ഇതാണ് കൊച്ചമ്മയുടെ കൊയപ്പം. ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. എന്തു പറഞ്ഞു? ആരാ നിന്നോട് പശപ്പച്ചരിയുടെ ചോറ് കൊടുക്കാൻ പറഞ്ഞേ? സൂക്ഷിച്ച് വർത്താനം പറയണം കേട്ടാ. കൊച്ചമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് വല്യപ്പച്ചന് വയറ് ചാടി വയറൊട്ടാൻ എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പശപ്പച്ചരിയുടെ ചോറ് അപ്പൊ തന്നെ ഉണ്ടാക്കി വല്യപ്പച്ചന് കൊടുത്തത്. പശപ്പച്ചരി വയറ്റിലോട്ട് ചെല്ലുമ്പോ വയറൊട്ടും. നല്ല പശയല്ലേ? എടാ മണ്ടൂസേ, എന്താ മുതലാളി? ഇവിടെ വേടാ. ഈ റോസാപ്പൂവിന് എന്താടാ ഒരു നാറ്റം? റോസാപ്പൂവിന് എന്തോന്ന് നാറ്റം? എടാ ഈ റോസാപ്പൂവിന് മൂത്രത്തിന്റെ നാറ്റം. എടാ സത്യം പറയണം, നീ റോസാ ചെടിയുടെ ചുവട്ടിൽ മൂത്രം ഒഴിച്ചു അല്ലേ? മൂത്രം ഒഴിച്ചോന്ന് ചോദിച്ചാൽ ഒഴിച്ചു. മുതലാളി മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? മുതലാളിയുടെ ഉപ്പും ചോറുമായി ഈ ശരീരം. എടാ കഴുതേ, ഞാൻ നിന്നോട് എപ്പോഴാ അങ്ങനെ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞു തന്നോ? മുതലാളി ഒന്ന് ആലോചിച്ച് നോക്ക്, ഓർമ്മ വരും. അതെങ്ങനെ 24 മണിക്കൂറും വെള്ളമല്ലേ? ഞാനൊരു കീറ് വെച്ച് തന്നാണ്ടല്ലോ. പറയടാ, ചെടിയുമുള്ള ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? ഇന്നലെ രാത്രി തണ്ണി അടിച്ചോണ്ട് വന്ന മുതലാളി കർത്താവിന്റെ ചിത്രത്തിൽ വെക്കാൻ ഒരു റോസാപ്പൂ എടുത്തു കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിന് ഞാൻ റോസാ ചെടിയിൽ നിന്ന് പൂ പറിക്കാൻ തുടങ്ങുമ്പോ എടാ അതീ മുള്ള് എന്ന് മുതലാളി വിളിച്ചു പറഞ്ഞു. മറന്നുപോയോ? അങ്ങനെ വിചാരിക്കുമ്പോ സാധിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? പിന്നെ പാതിരായപ്പോ എനിക്കങ്ങ് മൂത്രമൊഴിക്കാൻ തോന്നി. ഉടനെ തന്നെ എണീറ്റ് പോയി ചെടിച്ചട്ടിക്ക് അകത്തേക്ക് സാധിച്ചു. എങ്ങനെയുണ്ട് എന്റെ പുത്തി?